സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 21 അധ്യായം 5 പറയുന്നത്. ഒരു സംസ്ഥാന സർക്കാരിനെ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1998 ഡിസംബർ 11 അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ MM പരീദ് പിള്ളയാണ്. MM പരീദ് പിള്ളയാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ജസ്റ്റിസ് MM പരീദ് പിള്ള. ആദ്യ കമ്മീഷനിലെ അംഗങ്ങൾ S ബലരാമൻ, TK വിൽസൺ തുടങ്ങിയവരാണ്. S ബലരാമനും TK വിൽസണുമാണ് ആദ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. S ബലരാമനും TK വിൽസണുമാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 2 അംഗങ്ങൾ അവരെ കൂടാതെ 2 അംഗങ്ങളും ഉണ്ടാവും. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത്. സെക്ഷൻ 22 പറയുന്നത് സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ്. സെക്ഷൻ 22 സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 22. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സെക്ഷൻ 23 പറയുന്നത് സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സൻ്റെയും അംഗത്തിൻ്റെയും രാജിയും നീക്കം ചെയ്യലുമാണ്. സെക്ഷൻ 23 പറയുന്നത് സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സണെയും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കായിരിക്കും. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയായിരിക്കും. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കായിരിക്കും. സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സണെയോ അല്ലെങ്കിൽ അംഗത്തിനെയോ നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ പെരുമാറ്റ ദൂഷ്യവും കഴിവില്ലായ്മയുമായിരിക്കും. ഇനി സെക്ഷൻ 24 പറയുന്നത് സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയെ കുറിച്ച് പറഞ്ഞ് സെക്ഷൻ 24 3 വർഷവും 70 വയസ്സുമാണ്